طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. السلام عليكم ورحمة الله وبركاته. الحمد لله ثم الحمد لله. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മളുടെ ഈ സ്ഥാപനം 6 വർഷം ആയിട്ടുള്ളൂ. 2014 നമ്മൾ സ്ഥലം അന്വേഷിച്ചു. പുളിക്കലും പരിസരത്തും നമുക്ക് സ്ഥലം കിട്ടൂല. 2000 സ്ഥലം അന്വേഷിച്ച് 2014 വരെ എത്തി. 14 ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന നിലക്കാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത്. ഇതിനു മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ പുളിക്കൽ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടത്തുകാർക്ക് അത് പരിചയപ്പെടുത്തേണ്ടതില്ല. മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് അല്ലാഹു തആല അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മിനിയാന്നും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ഇവിടെ വന്നപ്പോഴും ശംസുൽ ഉലമയെയും അതുപോലെ തന്നെ EK ഹസൻ മുസ്ലിയാരെയും പുളിക്കലെത്തുമ്പോൾ AP ഉസ്താദ് മറക്കാറില്ല. കാരണം AP ഉസ്താദിനെ ഇവിടെ കൊണ്ടുവരുന്നതിൽ ശംസുൽ ഉലമക്കും അതുപോലെ തന്നെ EK ഹസൻ മുസ്ലിയാർക്കുമുള്ള ഷംസുൽ ഉലമക്കും EK ഹസൻ മുസ്ലിയാർക്കുമുള്ള കഴിവ് അത് വേറെ തന്നെയായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ ഇവിടെ എത്തിച്ചേർന്നത് തൻ്റെ ജന്മനാടാകുന്ന പറമ്പിൽ ബസാർ അടക്കമുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം അതിവിടെ ഉറപ്പിച്ചു നിർത്തണം എന്ന ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തന്റെ അനുജനാകുന്ന ഹസൻ മുസ്ലിയാരെ ഇവിടെ കൊണ്ടുവന്ന് ഹസൻ മുസ്ലിയാർ അവസാനം ഇവിടെ എത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ ഞാൻ വന്നു പോകാൻ പറ്റില്ല, ഇവിടെ താമസിക്കണം എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ടവര് ഇവിടെ വന്ന് താമസമാണ്. ആ നിലക്കാണ് ബഹുമാനപ്പെട്ട സാഫി ഹാജി അവരുകൾ കേൾക്കണം ഈ പുളിക്കലിന്റെ ചരിത്രം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ് ഹസൻ മുസ്ലിയാരെ ഇവിടെ കൊണ്ടുവന്നത്. ഹസൻ മുസ്ലിയാരാണ് AP ഉസ്താദിനെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് കൊട്ടപ്പുറത്തേക്ക് ഹസൻ മുസ്ലിയാർ വഫാത്തായി ആഗസ്റ്റ് 1982 ആഗസ്റ്റ് 14 വഫാത്താകണം. 3 മാസമായപ്പോൾ ഇനി ഹസൻ പോയല്ലോ, ഇനി ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനക്കാർ വെമ്പൽ കൊണ്ടപ്പോൾ ശംസുൽ ഉലമയുടെ അടുക്കൽ ചെന്നു. ശംസുൽ ഉലമ പറഞ്ഞ ഹസൻ പോയെങ്കിലും ഹസൻ ഏൽപ്പിച്ചത് AP ആണ്. AP അവിടെ ഉണ്ട്, നിങ്ങൾ പോയി കൊട്ടപ്പുറത്ത് പോയിട്ട് സംവാദത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഹസൻ മുസ്ലിയാരുടെ ആ പിൻഗാമിയായി അവൻ ഏൽപ്പിച്ച AP ഉസ്താദിനെ APയെ നിങ്ങൾ കൊണ്ടുപോയിക്കോളുക. അങ്ങനെയാണ് 3ാമത്തെ മാസം ഉസ്താദ് വഫാത്തായി 3ാമത്തെ മാസം ശംസുൽ ഉലമ പറഞ്ഞു നിങ്ങൾ APയെ കൊണ്ടുപോയിക്കോളും. AP ഉസ്താദിന് ധൈര്യമില്ല. അപ്പൊ AP ഉസ്താദ് എന്ത് പറഞ്ഞു, ഞാൻ ഹസൻ ഉസ്താദിന്റെ ഖബറിങ്ങൽ, അപ്പൊ ഖബർ ഇവിടെ പുളിക്കലല്ല, പുത്തുപാടത്തല്ല, ഖബർ നേരെ ശംസുൽ ഉലമയും എല്ലാവരും പറഞ്ഞു ബാപ്പയുടെ അടുക്കൽ പറമ്പിൽ ബസാറിൽ ഖബർ ആയിക്കോട്ടെ എന്ന നിലക്ക് പറമ്പിൽ ബസാറിലാണ് ഷെയ്ഖുനായുടെ ഖബർ. അവിടെ പോയി ബഹുമാനപ്പെട്ട AP ഉസ്താദ് പറയുകയാണ്, ഹസൻ ഉസ്താദെ ഞാൻ കൊട്ടപ്പുറത്തേക്ക് പോവുകയാണ്, നിങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ.
അങ്ങനെ ആ കബറിങ്ങൽ വെച്ചുകൊണ്ട് കരഞ്ഞിട്ടാണ് AP ഉസ്താദ് ഈ പൊളിക്കൽ ഫത്ഹാക്കാൻ വേണ്ടി വന്നത്. അത് ഷംസുലമയുടെയും EK ഹസൻ മുസ്ലിയാരുടെയും രണ്ടുപേരുടെയും കറാമത്ത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ ഈ സ്ഥാപനം ഇവിടെ വളർന്നു വന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഹാജിയാരടക്കമുള്ള നമ്മുടെ സദസ്സിലുള്ള എല്ലാവരും അറിയേണ്ട ഒരു പരമാർത്ഥമാണ്. അങ്ങനെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇവിടെ 2014 2 ഏക്കർ സ്ഥലം നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി വാങ്ങിയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടൂല, ഒരു പരിസരം ഒന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹസൻ ഉസ്താദിന്റെ കറാമത്ത്, ശംസുൽ-ഉലമയുടെ കറാമത്ത് എല്ലാം ഞങ്ങൾക്ക് ഇവിടെ പ്രത്യക്ഷമായി കാണുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ സദസ്സിലുണ്ട് എന്നാണ് ഞങ്ങൾ ഓർമ്മിക്കുന്നത്. കാരണം അത്രയും, അതുപോലെ ശംസുൽ-ഉലമയും നമ്മുടെ ഈ സദസ്സിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താപ്പി ഹാജി അവരുകളെ നമ്മൾ 3ാമത്തെ വട്ടമാണ് ഇവിടേക്ക് ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നത്. മിനിയാന്ന് നടന്ന പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഒരു ഹോളി ഖുർആൻ അവാർഡിന് ബഹുമാനപ്പെട്ടവർ ക്ഷണിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് ബംഗാളിൽ ബഹുമാനപ്പെട്ടവര് വളരെയധികം ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആളാണ്. ബംഗാളിൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിൽ ബഹുമാനപ്പെട്ട താപ്പി ഹാജി അവറുകള് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടിയുടെ അന്ന് കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി ഞാനും ക്ഷണിച്ചു. പക്ഷെ എന്തായി, അദ്ദേഹത്തിന് അന്ന് അവിടെ ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. മിനിയാന്ന് അബ്ദുറഹ്മാൻ ഹാജിയുടെ കെട്ടിടത്തിനും ഇവിടെ സ്ഥിരപ്പാക്കി. അതുപോലെ തന്നെ താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ബന്ധത്തിൽപ്പെട്ട നമ്മുടെ പുളിക്കൽ അഹമ്മദ് കബീർ സാഹിബ്, അതുപോലെ ബാബു സാഹിബ്, കുട്ടിമാൻ സാഹിബ്, കുഞ്ഞുമാൻ സാഹിബ്, അവരുടെ ഉപ്പ അവറാപ്പു ഹാജിയുടെ പേരിൽ അവിടെ ബാനർ കാണാം. അവരുടെ പേരിൽ നമുക്കൊരു സ്ഥാപനവും ആ ഭൂമിയും അവർ വാങ്ങി തന്നിട്ടുണ്ട്. അതിന്റെ ശിലാസ്ഥാപനം മിഞ്ഞാന്ന് നടന്നു. അതിനും ബഹുമാനപ്പെട്ടവർക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മുടെ ഈ എളിയ പ്രവർത്തകന്മാരുടെ ആ ക്ഷണം സ്വീകരിച്ച് ഷംസുൽ-ഉലമയുടെയും അവിടുത്തെ സഹോദരൻ ഹസൻ മുസ്ലിയാരുടെയും ഒരു സ്ഥാപനം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ നമ്മളെ എളിയ ക്ഷണം, നമ്മളത് അദ്ദേഹത്തിന് പറ്റിയൊരു സ്വീകരണമൊന്നും ആയിട്ടില്ല, എന്നാലും അത് സ്വീകരിച്ച് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇനിയും ധാരാളം ദീനീ ഖിദ്മത്തിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ചമ്മാട് ദാറുൽ ഹുദ അടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ് ബഹുമാനപ്പെട്ട താപ്പി അബ്ദുള്ളക്കുട്ടി ഹാജി അവർകള്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ ക്ഷണിക്കാൻ ചെന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇനിയും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഭിന്നിക്കരുത്, ഒന്നിക്കണം. ബഹുമാനോട് കരഞ്ഞ് പറയുകയാണ്. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇത് ശംസുൽ-ഉലമയുടെയും അവിടുത്തെ സഹോദരൻ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുടെയും ഒരു സ്ഥാപനം എന്ന നിലക്ക് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടണം എന്ന് കൊട്ടപ്പുറം ബഹുമാനപ്പെട്ട KK ഉസ്താദും അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പല ഭാഗത്തും നിക്കാഹ് ഉള്ളത് കൊണ്ട് എത്തിച്ചേരുകയാണ്. അദ്ദേഹവും അതുപോലെ തന്നെ ശംസുൽ-ഉലമയുടെയും അതുപോലെ തന്നെ EK ഹസൻ മുസ്ലിയാരുടെയും അവിടുത്തെ മരുമകനാണ്, അവിടുത്തെ ശിഷ്യനാണ്. അദ്ദേഹവും നമ്മുടെ ഈ സദസ്സിൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താപ്പി ഹാജിയുടെ ഉറ്റ സുഹൃത്തും നമ്മുടെ ഇവിടെ കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സലീം എഞ്ചിനീയർ നമ്മുടെ സ്ഥാപനത്തിന്റെയും എല്ലാം അഡ്വൈസർമാരിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ധാരാളം സ്ഥാപനങ്ങൾക്ക് സേവനം ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കൊട്ടുകര സഅദി ഉസ്താദ് അവറുകൾ അദ്ദേഹം എത്തിച്ചേർന്നു. അല്ലാഹു തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി ഹാജി അവറുകളെ നമുക്ക് ഒന്ന് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടതിന് ശേഷം നമുക്ക് ഉലമാക്കളുടെ ക്ലാസുകളും അതുപോലത്തെ ഉപദേശങ്ങളൊക്കെ കേൾക്കാം. ആദ്യമായി ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി ഹാജി അവറുകളെ മെമന്റോ നൽകി ആദരിക്കുകയാണ്. താങ്കൾ الله أكبر الله أكبر الله أكبر ولله الحمد.
അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ടവർ 2 വാക്ക് ആശംസ പറയും. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ പരിപാടിയുടെ ബഹുമാനായ അധ്യക്ഷൻ സയ്യിദ് സർഫുദ്ദീൻ തങ്ങൾ അവർകൾ, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ സഖാഫി അവർകൾ, മറ്റ് വേദിയിലുള്ള ഉലമാക്കളെ, പ്രിയമുള്ള ഉമറാക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, നിങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇവിടെ മിഞ്ഞാന്ന് ഒരു ഭൂമി സമർപ്പണവും അതോടൊപ്പം ഒരു ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപന കർമ്മവും നടത്തുന്ന സദസ്സിലേക്ക് എന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളൊന്ന് എൻ്റെ വീട്ടിലൊന്ന് എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ വേറൊരു സ്ഥലത്തൊരു നിക്കാഹിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കേണ്ട വിഷയമുള്ളതുകൊണ്ട് അതിൽ നിന്ന് കഴിഞ്ഞാണ്. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ നമ്മൾ വരാഞ്ഞാൽ അവർക്കൊരു വിഷമമാവും എന്നുള്ള നിലക്കാണ് ഇന്ന് എന്താണെങ്കിലും ഞാനിവിടെ വരാമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, ഈ ഭൂമി തന്നതും ഈ ബിൽഡിങ് തന്നതൊക്കെ എൻ്റെ കുടുംബങ്ങളാണ്. ഒരാള് എൻ്റെ മോൻ കെട്ടിയതും ഒരാൾ മോളെ കെട്ടിച്ചതും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ 2 കൂട്ടരും നിങ്ങൾ നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞ് അവർക്കൊരു സന്തോഷമുള്ള നമ്മളതിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം വേണ്ട. അതുപോലെ ഈ സ്ഥാപനത്തിനെ പറ്റി അറിഞ്ഞപ്പോ ഇതൊന്ന് കാണുക ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ വന്നതാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ടവര് ഇവിടെ ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. എല്ലാ സ്ഥലത്തെടുത്ത് നോക്കിയാലും ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്താൻ ഇതുപോലുള്ള ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളത്തിന്റെ മതവിദ്യാഭ്യാസത്തിന് ഒരു പ്രത്യേക മാനം ലോകത്തൊട്ടുക്കും നൽകാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ ദൃഢനിശ്ചയവും കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇന്ന് ഇന്ത്യന്റെ നാനാഭാഗത്തും ദീൻ പ്രചരിപ്പിക്കുന്നതിന് പോകുന്നത് കേരളക്കാരാണ്. അത് ഏത് വിഭാഗം എന്നില്ല, എല്ലാ വിഭാഗത്തിൽ നിന്നും ആ ദീൻ പ്രചരിപ്പിക്കാൻ സഹാബത്ത് മുമ്പ് പോയ മാതിരി നമ്മളിന്ന് കേരളത്തിൽ നിന്ന് പോകുന്നത് ദീനുണ്ടാക്കാൻ വേണ്ടിയാണ്, അവിടെ ദീനുണ്ടാക്കാൻ വേണ്ടിയാണ്. ബംഗാളില് ഇപ്പൊ 1-ാം തീയതി ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങള്, ഞാന്, ബഹുമാനപ്പെട്ട ദാറുലുദന്റെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിയൊക്കെ അവിടെ ഒരു ക്യാമ്പസ് ഉദ്ഘാടനത്തിന് പോവുകയാണ്. അതൊക്കെ ഈ കേരളക്കരയിൽ നിന്നുള്ള പൈസയും ഈ കേരളക്കരയിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ഫലമാണ് അവിടെ അതൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോ നമ്മളിവിടെ
ദീനിന്റെ മക്കളെ വാർത്തെടുക്കുന്നതിനനുസരിച്ച് മറ്റുള്ള സ്ഥലത്തും ദീൻ വളരുന്നുണ്ട്. അത് തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ നാടിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഈ നാട് രക്ഷപ്പെട്ടത് ഗൾഫിന്റെ ഒരു വരുമാനം കൊണ്ടാണ്. പഴയകാലം നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. അതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പെന്ന പോലെ ഗൾഫ് ഉത്ഭവിക്കുകയും അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ സ്വന്തമല്ല ജീവിച്ചത്, ഈ നാടിനെയും ഈ ദീനിനെയും നമ്മൾ ഒപ്പം വളർത്തി കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് മറ്റുള്ള പ്രദേശത്തേക്ക് നമുക്ക് ദീന് പ്രചരിപ്പിക്കാൻ പോകാൻ സാധിക്കുന്നത്. അവിടെ നമ്മള് ദീന് ഇവിടെ ചെറുതായി നിൽക്കുന്ന കാലത്ത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പള്ളികളും അവിടുത്തെ അന്നത്തെ മദ്രസ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നായ്ക്കളും പൂച്ചകളും നടക്കുന്ന ഒരു ഒന്നിനും പറ്റാത്തൊരു സംഭവമായി കിടക്കുന്ന ഒരു കാലം അവിടെ സംഭവിച്ചതിന്റെ കാരണം ദീൻ അവിടെ ഉണ്ടാക്കാൻ ആളുകൾ ഇല്ലാതായി പോയതിന്റെ കാരണമാണ്. ഇപ്പൊ രണ്ടാം വട്ടം ഉണ്ടായി വരികയാണ്. അത് ഉണ്ടാക്കാൻ പോയത് നമ്മളെ കേരളത്തിൽ നിന്നാണെന്നാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇവരുടെ കഠിനാധ്വാനമാണ്. അതുപോലെ നല്ല മനസ്സിലുള്ള കിട്ടുന്നതിൽ എല്ലാ ആളുകളും കേരളത്തിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്ന ആളാണെന്നോ അല്ലാണ്ടെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന ആളെന്നല്ല, എല്ലാവരും അവനാനെ കൊണ്ട് കഴിയണ ഒരു ഭാഗം ഒരു കസാല ഒരു ടേബിൾ ഉണ്ടെങ്കിൽ 3 കാല് പിടിച്ച 1 കാല് പിടിക്കാൻ ആളില്ലാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാകാറില്ല. അത് ആരെങ്കിലായിട്ട് പിടിച്ചിട്ട് ആ ടേബിൾ പൊന്തിച്ചു പിടിക്കാനുള്ളൊരു മനസ്സ് ഈ കേരളക്കരയിലുള്ള നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലബാർ പ്രദേശത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഈ ദീനി സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകുന്നത്. അള്ളാഹു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മളെ ബഹുമാനപ്പെട്ടവർ ഇപ്പൊ 2 ഫാമിലി ഇവിടെ തന്നു എന്ന് പറഞ്ഞു. അവർ പല ഉദ്ദേശത്തിലാണ് ഇക്കാര്യം തന്നിട്ടുണ്ടാകാം. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി അവരുടെ എന്ത് ഉദ്ദേശത്തിലാണോ അവരുടെ മാതാപിതാക്കന്മാര് മറ്റുള്ളവരൊക്കെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളതായിരിക്കാം. അവരുടെ ഉഖറബിയായ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം. അതുപോലെ നമുക്കൊക്കെ മാഷാ അല്ലാഹ് അദ്ദേഹമാനജി ഉമ്മാക്കും വേണ്ടിയിട്ട് എല്ലായിടത്തും കൊടുക്കുള്ളൂ. അൽഹംദുലില്ലാ അദ്ദേഹം നിങ്ങൾക്കറിയാം എന്റെ മോന്റെ അമോസനാണ്. പക്ഷെ ഞങ്ങൾ പറയും, ഞാൻ തമാസാക്കും, ഞാന് എത്താണ് സമസ്തന്റെ ആളാണ്, നിങ്ങൾ എഫി ഉസ്താദിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് തമാസാക്കും. പക്ഷെ ഞങ്ങൾ വളരെയധികം ആ ഒരു സുന്നി ആയാൽ മതി എന്നേ ഞങ്ങൾ രണ്ടാളും പറയുള്ളൂ. സുന്നി ആയാൽ മതി, അതായത് മുജാഹിദല്ല അല്ലെങ്കിൽ ജമാഅത്തല്ല എന്നുള്ള. കാരണം ഞങ്ങൾ രണ്ടാളും ബന്ധം നടക്കുമ്പോൾ അങ്ങനെ തന്നെ നോക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ആരാണ് എന്ന് ഞങ്ങൾ നോക്കാറില്ല. അൽഹംദുലില്ലാ നല്ല ഒരു കുടുംബത്തിന് ഒരു ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു ബന്ധത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എന്ന് കൂടി ഇവിടെ അറിയിക്കുകയാണ്. അപ്പൊ വളരെയധികം എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞാലും അദ്ദേഹം മുന്നോട്ട് ആവശ്യപ്പെടുകയാണെങ്കിലും ഒക്കെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് ദീനീ സ്ഥാപനങ്ങളെ വളർത്തുന്നതിനും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നതിലും ഞങ്ങളൊക്കെ മുൻപന്തിയിലുണ്ട്. അൽഹംദുലില്ലാ ഇത് മരണം വരെ തുടരാൻ വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്കൊക്കെ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നിലനിന്നാൽ മാത്രമേ അതിനൊക്കെ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഉസ്താദന്മാർക്ക് അവരുടെ എല്ലാ ദുന്യവിയായ ഉഖറബിയായ കാര്യങ്ങളിലും പടച്ചറബ് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനം ഉണ്ടാകട്ടെ. എന്റെ എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടുകളും, ഞാനിപ്പോ ഒരു പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാനൊന്നും ഇവിടെ പ്രഖ്യാപിക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് പള്ളിന്റെ പണിയൊക്കെ കഴിയട്ടെ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സഹായിക്കാനും
അതിനുള്ള ആഫിയത്തും അതിനുള്ള ബർക്കത്തും ഒക്കെ പടച്ചറബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.